നമസ്കാരം. PC ജോഷിയും K ദാമോദരനും കൂടി എഴുതിയ മാർക്സ് ഇന്ത്യയിലേക്ക് എന്ന ചരിത്ര പുസ്തകമാണ് ഞാനിവിടെ വിശകലനം ചെയ്യുന്നത്. K ദിലീപാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പുസ്തകം എന്നതിലുപരി ചരിത്രത്തിൻ്റെ മഹാത്മ്യത്തെ ചരിത്രത്തെയും ഈ പുസ്തകം പറയുന്നുണ്ട്. ചെറിയൊരു പുസ്തകമാണെങ്കിൽ പോലും ഒട്ടേറെ ചരിത്ര വീക്ഷണങ്ങളെയും ചരിത്രാത്മകമായ സംഭവങ്ങളെയും ഈ പുസ്തകം പറയുന്നു. സോഷ്യലിസം, മാർക്സിസം എന്നീ നവീന ആശയങ്ങൾ ഇന്ത്യയിലേക്ക് വന്നതും സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ സംഭാവനകളെ പറ്റിയും ഈ പുസ്തകം പറയുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സോഷ്യലിസം, മാർക്സിസം എന്നീ നൂതനാശയങ്ങൾ പശ്ചിമ യൂറോപ്പിലും ഏഷ്യയിലും മറ്റും നല്ലപോലെ വേരുറച്ചു. 1917 സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷമാണ് ഇന്ത്യയിൽ നിർണായക ശക്തിയായത്. പക്ഷേ അതിനും ഏകദേശം 5 വർഷം മുൻപ് ഹർദയാൽ കാൾ മാർക്സിനെ പറ്റി മോഡേൺ റിവ്യൂവിൽ ഒരു ലേഖനം എഴുതി. കാൾ മാർക്സ് ഒരു ആധുനിക ഋഷി എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. പിന്നീട് 1916 ഒക്ടോബർ മാസത്തിൽ അംബലാൽ പട്ടേൽ മാർക്സിനെ പറ്റി ഒരു ലേഖനം എഴുതുകയുണ്ടായി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കാൾ മാർക്സിനെ പറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ മാർക്സിനെ പറ്റി ഒരു ജീവചരിത്രം എഴുതി. അതും മലയാളത്തിലായിരുന്നു. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, മാർക്സിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ചരിത്ര സംഭവങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ സംഭാവനകളെയും ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നു. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും പറയുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പകത വന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പറ്റിയും ഈ പുസ്തകം പറയുന്നുണ്ട്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അന്ന് ഈ കേരളത്തിൽ നിന്നിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ജാതികളുടെയും ഉപജാതികളുടെയും കൂടിയുള്ള വെറുപ്പുളവാക്കുന്ന അനാചാരങ്ങൾ നിലനിന്ന സമയത്താണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ അതിനെല്ലാം ശേഷം കേരളത്തിൽ തന്നെയാണ് ഈ രാജ്യത്ത് ജനാധിപത്യം, സോഷ്യലിസം എന്നീ നൂതന ആശയങ്ങൾ ഉയർന്നു വന്നത്. അസംഘടിതരാണെങ്കിൽ പോലും കർഷകർ മലബാറിൽ മാത്രം 1792-നും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിനുമിടയിൽ 30-ൽ കുറയാത്ത കർഷക പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. ഈ പോരാട്ടങ്ങളെ പറ്റിയും ഈ പോരാട്ടങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വന്നതിന് ശേഷം ഈ പോരാട്ടങ്ങൾ ശക്തമായതിനെ പറ്റിയും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കബീർ, ചൈതന്യ, ഗുരുനാനാക്ക് എന്നിവരടക്കമുള്ള ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങളെ പറ്റിയും അത് കർഷക പോരാട്ടങ്ങളുടെയും അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുവാൻ നോക്കിയിട്ട് പോലും അതിൽ നിന്ന് ശക്തരായി കർഷകർ വന്നതിനെ പറ്റിയും ഈ പുസ്തകം ചരിത്ര കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. നല്ലൊരു പുസ്തകമാണ്. ചരിത്രത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചരിത്രങ്ങളെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എന്നും നമുക്ക് ആവേശമാകും. സ്വാതന്ത്ര്യ സമരത്തിൽ സോഷ്യലിസ്റ്റ്, മാർക്സിസം ആശയങ്ങൾ നടത്തിയ സംഭാവനയെ പറ്റിയും ഈ പുസ്തകം പറയുന്നുണ്ട്. സോഷ്യലിസത്തെ തന്നെ എന്താണ് സോഷ്യലിസം എന്നും ആ സോഷ്യലിസത്തിൻ്റെ ആവശ്യകത എന്തെന്നും ഈ പുസ്തകം കൃത്യമായി പറയുന്നുണ്ട്. കാൾ മാർക്സിൻ്റെ ജീവചരിത്രത്തിൽ മാർക്സ് മുൻപേ തന്നെ ദീർഘവീക്ഷണത്തോട് തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്നതെന്ന് എല്ലാം മാർക്സ് ദീർഘവീക്ഷണമായി പറഞ്ഞതിനെ പറ്റിയെല്ലാം ഈ പുസ്തകം പറയുന്നു. വളരെ നല്ലൊരു പുസ്തകമാണ്. ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ചരിത്രത്തെ അന്വേഷിക്കുന്നവർക്കും എക്കാലവും ഇതൊരു നല്ല പുസ്തകമായി നിൽക്കും. മാർക്സ് ഇന്ത്യയിലേക്ക്. നന്ദി, നമസ്കാരം.